മാംഗല്യം സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നോക്കാം. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു അവന്തിക ഇറങ്ങാൻ നിന്നു. അപ്പോഴത്തേക്കും അവന്തിക പ്രഗ്നൻ്റ് ആണെന്നൊക്കെ അറിഞ്ഞു. അതുകൊണ്ട് അവന്തിക പോകേണ്ട ഒരു കാരണം വന്നില്ല. തന്നെത്താൻ തന്നെ സേതുമാധവൻ തന്നെ അവന്തികയുടെ കാല് പിടിച്ചില്ല എന്ന് ലാസ്റ്റ് മോൾ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയേണ്ടി വന്നു. പിന്നെ അതിനുശേഷം ഇന്ന് കാണുന്ന പറയുമ്പം ഇന്ന് നന്ദനും അവന്തിയും കൂടെ അവരുടെ ബെഡ്റൂമിൽ നിൽക്കുവാണ്. അപ്പം നന്ദൻ കൺഫ്യൂസ്ഡ് ആയിട്ട് തന്നെ നിൽക്കുവാണ്. ഇത് എന്തുവാ സംഭവം എന്നറിയാതെ തന്നെ ഇരിക്കുവാണ്. കാരണം നന്ദൻ അറിയാം നന്ദൻ ഒരു രീതിയിലും അവന്തികയായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെയാണ് ഇവൾ ഈ കള്ളത്തരം പറയുന്നത്? അപ്പം അവന്തികയോട് ചോദിക്കുന്നത് നിൻ്റെ ഉദ്ദേശം എന്തുവാണ്, നിൻ്റെ സ്വഭാവമൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പം അയ്യോ സാധാരണ ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്. സാധാരണ എല്ലാവരും ഗർഭിണിയാകുമ്പോഴത്തേക്കും ഭാര്യയുടെ ഗർഭറിഞ്ഞതിന് സന്തോഷമൊക്കെ കാണും. അതൊന്നും ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചു ഭയങ്കര അഭിനയമാണ് അവന്തിക ചെയ്യുന്നത്. അതായത് ഇതിന് മുന്നേ നന്ദൻ ഒരു രീതിയിലും ദ്രോഹിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി എങ്ങനെ സംസാരിക്കുമോ അതുപോലെ സംസാരിക്കണം അവന്തിക. അപ്പം അവന്തിക എന്താണ് പറയുന്നത്, എനിക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, ഒരു ഗർഭകാലം നല്ല പോലെ ആസ്വദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട് നന്ദന് ഇവളിതെന്തോ ഈ ഒപ്പിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു കൺഫ്യൂഷനകത്താണ് നന്ദൻ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന്തിക ഗർഭിണിയാണോ അല്ലയോ എന്നത് ഇപ്പം എന്താണ് ടോട്ടലി ഒരു കൺഫ്യൂസ്ഡ് ആണ്. അപ്പം അവന്തിക പുറത്ത് പോയി നിന്നിട്ട് വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് പുറത്ത് നിന്നിട്ട്, കാരണം അവന്തിക ഇനി വീട് വിട്ട് പുറത്ത് പോകാൻ പാടില്ല, കമ്പനി കാര്യങ്ങളിനകത്തൊന്നും ഇടപെടാൻ പാടില്ല, ഒരു ഫോൺ കോൾ കൊണ്ട് പോലും ഇടപെടാൻ പാടില്ല എന്നൊക്കെയാണ് സേതുമാധവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിനൊന്നും പറ്റത്തില്ല. അപ്പം അവന്തിക ഫോൺ കൊണ്ട് പുറത്ത് നിന്ന് അവരുടെ വീട്ടിൻ്റെ അവിടുത്തെ ആ ഒരു ഗാർഡൻ ഏരിയക്കകത്ത് നിന്നിട്ട് ഒരു ആളെ വിളിക്കുന്നു. അപ്പം അപ്പുറത്ത് നിന്ന് ഒരു ചെറുക്കനാണ് എടുക്കുന്നത്, വലിയ ഏജൊന്നും പറയുന്നില്ല. അപ്പം ആ ഒരു വ്യക്തി ഫോൺ എടുത്തിട്ട് പറ എന്നൊക്കെ ചോദിക്കുന്നു. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത്. അപ്പം ഇവൾ പറയുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണ്, അപ്പം ഒരു അമ്മയായതിന് സന്തോഷം അറിയാൻ വേണ്ടി വിളിച്ചതാന്ന് പറയുമ്പോഴത്തേക്കും അവൻ പറയുന്നു നീ അഭിനയിക്കുകയോ അല്ലെങ്കിൽ നീ നല്ലൊരു മദറാവും എന്ന രീതിക്കകത്ത് അവൻ അതിനെ കൺഗ്രാറ്റ്സ് പറയുന്നു. അപ്പോഴത്തേക്ക് ഇവൾ പറയുന്നു ഒന്ന് കാണണമല്ലോ. അപ്പം ഇവൻ ചോദിക്കുന്നുണ്ട് അതെന്താ എന്നെ കാണാൻ പറ്റുന്ന സമയമായി കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ അറിയാം അവർക്ക് തമ്മിൽ എന്തോ നല്ല ആത്മബന്ധമുണ്ടെന്നുള്ള കാര്യം അറിയാം. അപ്പം ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുവാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഉടൻ തന്നെ കാണണം, കാര്യമുണ്ട് എന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് അവന്തിക ആ കോൾ കട്ട് ചെയ്യുവാണ്. അങ്ങനെ അവന്തിക ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തോ മനസ്സിൽ പദ്ധതികളായിട്ട് തന്നെ അവിടുത്തെ തന്നെ ഗാർഡൻ ഏരിയയിലുള്ള ഊഞ്ഞാലിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അവന്തിക പുറത്തിരിക്കുന്ന സമയത്ത് അവന്തികയുടെ അനിയത്തി എന്ത് ചെയ്യുവാണ്, അവന്തികയെ തേടി അവന്തികയുടെ ബെഡ്റൂമിലേക്ക് വരുവാണ്. അപ്പോൾ അവിടെ അവന്തികയെ കാണുന്നില്ല. അപ്പോഴാണ് കറക്റ്റ് അവന്തിക വരുന്നത്. നീ എന്താ ഇവിടെ വന്നേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയുന്നുണ്ട് എന്തായാലും ചേച്ചിയുടെ അഭിനയം പൊളിച്ച്. അപ്പോഴത്തേക്കും സമയത്ത് വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്നപ്പോഴത്തേക്കും ഒരു തലചുറ്റി വീണതും പിന്നെ വന്ന ഗൈനക്കോളജിസ്റ്റ് മണിയടിച്ച് എന്തായാലും പ്രഗ്നൻ്റാന്ന് പറയിപ്പിച്ചല്ലോ. പിന്നെ ചേച്ചി ഒരു കാര്യമുണ്ട്, ഈ പ്രഗ്നൻ്റാന്ന് പറഞ്ഞാൽ മാത്രം പോലെ ഇതുകൊണ്ട് നമ്മളത് പിടിച്ച് നിൽക്കണമെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു തുണിയൊക്കെ വയറ്റി വെച്ചൊക്കെ കെട്ടി അങ്ങനെയൊക്കെ കാണിക്കണമെന്ന് പറയുമ്പം അവന്തിക്ക് ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ്. എന്തോ സ്വന്തമായി ഗർഭിണി തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള മുഖഭാവമാണ് അവന്തിക ആ എപ്പിസോഡിനകത്ത് മൊത്തം കാണിക്കുന്നത്. അപ്പോഴത്തേക്കും പറയുന്നു ആര് പറഞ്ഞ് ഞാൻ ഗർഭിണി ആവത്തില്ല എന്ന് നിന്നോടെന്ന് തിരിച്ച് അനിയത്തിയോട് ചോദിക്കുന്നു. അപ്പം അവൾക്കും ഒന്നും മനസ്സിലാവുന്നില്ല അവന്തിക്ക് എന്താണ് ഈ പറയുന്നതെന്ന്. നീ നോക്കിയോ, ഞാൻ 10 മാസം കഴിയുമ്പോൾ നല്ല പോലെ ഒരു കൊച്ചിനെ പ്രസവിക്കുമെന്ന് പറയുന്നു. ഇനി ആ കൊച്ചിനെ വെച്ചിട്ട് വേണം എനിക്ക് എൻ്റെ എല്ലാ പ്ലാനുകളും നീക്കം ചെയ്യാനെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം കേട്ട് അനിയത്തിക്കും കാര്യങ്ങളൊന്നും പിടികിട്ടിയില്ല. കാരണം ആരോടും യഥാർത്ഥത്തിൽ ഗർഭിണിയാണോ ഗർഭിണി അല്ലയോ എന്നതൊന്നും അവന്തിക അങ്ങ് കറക്റ്റായിട്ട് അങ്ങ് വിട്ട് പറയുന്നില്ല. അതിനി എപ്പിസോഡിൻ്റെ ഫുൾ സസ്പെൻസിനകത്ത് തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അവന്തിക പ്രഗ്നൻ്റ് ആയിരിക്കാം എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആണെങ്കിലും ഒരിക്കലും നന്ദനാവത്തില്ല ആ കുട്ടിയുടെ അച്ഛൻ എന്നത് ഉറപ്പാണ്. പിന്നെ അവന്തിക്ക് എന്തോ പ്ലാൻ ഇടുന്നുണ്ടെന്ന് മാത്രം മനസ്സിലാവുന്നുണ്ട്. അവന്തിക്ക് അത്ര സേഫായിട്ട് നിന്നതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അടുത്ത് കാണിക്കുന്നത് നന്ദൻ ഈ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുവാണല്ലോ. അപ്പം നന്ദനും അർച്ചനയും സന്ധ്യയും എല്ലാവരും കൂടെ നിന്ന് പുറത്ത് ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുവാണ്. അപ്പം നന്ദൻ അടിച്ച് പറയുന്നുണ്ട് എനിക്ക് അവളോട് ഒരു രീതിയിലും ക്ഷമിക്കാൻ പറ്റത്തില്ല, അവൾ എൻ്റെ അടുത്ത് ചെയ്ത് കാണിച്ചതൊന്നും ഞാൻ എന്നെ മരിച്ചാൽ പോലും മറക്കത്തില്ല, പിന്നെ എങ്ങനെയാണ് ഇതൊന്നും സാധ്യമായതല്ല, അവൾ എന്തോ ഇതിനെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവർ പറയുന്നു ഇതിന് സന്ധ്യയുടെ സഹായം വേണം, അതായത് വന്ന് ചെക്കപ്പ് ചെയ്ത് ഇതെന്താണ് കൺഫേം ആയിട്ട് എന്താണ് ഇവൾ അഭിനയിക്കുവാണെന്ന് പുറത്ത് അടുപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സന്ധ്യയുടെ ഹെൽപ്പ് വേണമെന്ന് പറയുന്നത്. സന്ധ്യ പറയുന്നു തീർച്ചയായിട്ടും ചെയ്തു തരാമെന്ന് പറയുന്നു. അങ്ങനെ അവരുടെ ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വീണ്ടും എന്താണ് അവർ ഈ കാര്യത്തിനകത്ത് എന്താണ് നന്ദൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. എല്ലാവരും എന്താണ് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കളി അവന്തിക കളിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാതാണ് എല്ലാവരും നിന്നെന്നുള്ളതും അവന്തിക്ക് ഇതോട് പുറത്താകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അത് നടക്കാതെ പോയതിൻ്റെ എല്ലാവർക്കും നിരാശയുണ്ട്. പിന്നെ രാത്രി വീട്ടിൽ എന്താണ്
സ്നേഹ ഡാൻസ് ചെയ്യുന്നു. പിന്നെ അത് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനെന്താണ്, സ്നേഹ ഡാൻസ് കളിക്കുന്നത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തിനകത്ത് നേരെ ആതിരയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ എന്താണ് നല്ല കുശലും സംസാരമൊക്കെ ആയിട്ട് നിൽക്കുന്നു. ആ സമയത്താണ് അവന്തിക ഒരു ഗ്ലാസ് പാലുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ സ്നേഹ ഡാൻസ് കളിച്ചപ്പോൾ സ്നേഹയുടെ കൈ തട്ടി അവന്തികയുടെ കൈയിരുന്ന പാലിൻ്റെ ആ ഗ്ലാസ് വീണ് പൊട്ടി. ഉടനെ അവന്തിക ഭയങ്കരമായിട്ട് അങ്ങ് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ആ ഷൗട്ട് ചെയ്യുന്ന കേട്ടിട്ട് മേലിൽ നിന്ന് നമ്മുടെ അച്ചു ഇറങ്ങി വരുന്നുണ്ട്. ഇതെന്തുവാ ഇവിടെ പ്രശ്നം, ഇതിന് ഷൗട്ട് ചെയ്യുന്നു ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നു, അതൊന്നുമില്ല ചേച്ചി, സ്നേഹ ഡാൻസ് കളിക്കുമായിരുന്നു, ഞങ്ങളൊരു വീഡിയോ എടുക്കുമായിരുന്നു, അപ്പം കയ്യിൽ നിന്ന് അറിയാതെ എന്താണ് ഈ ഗ്ലാസിൻ്റെ പാല് തട്ടി തറയിൽ വീണ് പൊട്ടിയതിനാണ് ഏട്ടത്തി കടന്ന് ചൂടാകുന്നത്. ആതിരയും തന്നെ എന്താണ് അവന്തിയോട് പറയുന്നുണ്ട്, എന്തിനാ ഒരു ഗ്ലാസിൻ്റെ പാലല്ലേ, അതിനെന്തിനാ ഇത്ര ചൂടാവുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവന്തിക്ക് അതൊരു ഇഷ്യൂ ആക്കാൻ വേണ്ടി തന്നെ നോക്കുവാണ്. അപ്പോൾ സേതുമാധവൻ എന്താണ് റൂമിൽ നിന്ന് വരുന്നുണ്ട്. അതിന് മുന്നേ തന്നെ അവന്തിക പറയുന്നുണ്ട്, എന്താ പറയുക, ഇതിപ്പോൾ ഇതെല്ലാം താഴെ വീണ് പോയില്ലേ, എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പം അച്ചു പറയുന്നുണ്ട്, എന്താ പറയുക, അത് വൃത്തിയാക്കിയാൽ തീർന്നില്ലേ എന്ന് പറയുമ്പോൾ, എന്നാൽ നീ വൃത്തിയാക്കുന്ന പറയും, ഞാൻ വൃത്തിയാക്കിക്കോളാം എന്ന് അച്ചു പറയുന്നു. അപ്പോഴത്തേക്കും സേതുമാധവൻ വരുന്നു, ഇവിടുത്തെ പെൺപോരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇവിടെ അന്നേരം പറയുന്നുണ്ട്, അല്ല അച്ഛാ, ഇവിടെ അതൊന്നും അല്ല, ഈ ഗ്ലാസ് വീണ് പൊട്ടി അതിൻ്റെ ദേഷ്യം. പിന്നെ ഏട്ടത്തിൻ്റെ ദേഷ്യം നമ്മൾ കാര്യമാക്കണ്ട, കാരണം ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്തിനകത്ത് ദേഷ്യം വരുമെന്ന് എൻ്റെ അമ്മ കമല പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ പറഞ്ഞെങ്കിൽ ശരിയായിരിക്കും, ചുമ്മാ പറയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എന്താണ്, പിന്നെ അവന്തികേനെ ട്രാപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ് അച്ചു എന്ത് ചെയ്തത്, സേതുമാധവൻ്റെ അടുത്ത് അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പം നമ്മൾ എന്തായാലും ഏട്ടത്തിയെ ചെക്കപ്പിന് കൊണ്ടുപോയില്ലല്ലോ, ഇനിയിപ്പോൾ ചെക്കപ്പിന് പോകണ്ട, നമുക്ക് എന്താണ് സന്ധ്യയെ വിളിച്ച് ഇവിടെ വെച്ച് നോക്കാമല്ലോ, ഇവിടെ തന്നെ ചെക്ക് ചെയ്ത് നോക്കാമല്ലോ എന്ന് പറഞ്ഞ്. അപ്പം ശരിയാണ്. അപ്പോൾ അവന്തിക്ക് അതിനൊട്ടും താല്പര്യമില്ല, അവന്തിക്ക് സന്ധ്യയെ കാണിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല. അപ്പം അന്നേരം നമുക്ക് വീണ്ടും ഒരു കൺഫ്യൂഷൻ തോന്നും, ഇനി അവന്തിക്ക് യഥാർത്ഥത്തിൽ പ്രഗ്നൻ്റ് ആണോ, അതോ അഭിനയിക്കുവാണോ, അതോ ഇനി നേരത്തെ ഫോൺ വിളിച്ച ആളിനെ കൊണ്ട് പ്രഗ്നൻ്റ് ആവാൻ വല്ല ഉദ്ദേശമുണ്ടോ, നമുക്കൊന്നും മനസ്സിലാവത്തില്ല. പിന്നെ അവന്തിക ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം എന്നതാണ്. അപ്പം അങ്ങനെ ഒരു ഡിസ്കഷൻ പറയുമ്പോൾ അവന്തിക്ക് അതിന് ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിൽ തന്നെ നിൽക്കുവാണ്. നന്ദനും അച്ചുവിനും അവരുടെ പ്ലാൻ വർക്കൗട്ട് ആയല്ലോ എന്നുള്ളതിൻ്റെ സന്തോഷം അവരുടെ മുഖത്ത് കാണാനുണ്ട്. ആതിരയ്ക്കും അതേ സന്തോഷം തന്നെ കാണാനുമുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ എൻഡിങ്.